ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഹാരിക്കുട്ടിൻ്റെ ബർത്ത്ഡേ ഇങ്ങ് എത്താറായിട്ടോ. അവൻ 1 വയസ്സാവാറായി. അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ. ഞങ്ങൾ ബോസ് ബേബി എന്നുള്ള തീമിലാണ് കേട്ടോ സ്റ്റേജും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബ്ലാക്ക് കളർ ഡ്രസ്സ് ഇടാമെന്നാണ് കേട്ടോ ഫിക്സ് ചെയ്തേക്കുന്നത്. ഹാരിക്കുട്ടിന് ബ്ലാക്ക് കളറിൽ കോട്ടും സൂട്ടൊക്കെ എടുക്കണം. അവൻ്റെ അളവിന് കിട്ടുമോ ഇല്ലേന്നൊന്നും അറിയില്ല. അപ്പോൾ നേരെ ഞങ്ങൾ വിട്ടത് ഇഹാ ഡിസൈൻസിലേക്കാണ്. ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ ഇഹാ ഡിസൈൻസിലേക്ക് എത്തിയത്. അത്രയധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ഫ്ലോറിലായിരുന്നു കേട്ടോ സാരി സെക്ഷൻ. അപ്പോൾ ഞങ്ങൾ നേരെ ചെന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ കംപ്ലീറ്റ് ടോപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കഫ്താനും കോട്ട്സെറ്റും അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു. നമ്മളതൊന്നും നോക്കിയില്ല, നേരെ വിട്ടത് സാരി നോക്കാനായിരുന്നു. ഗൗണും കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും ലാസ്റ്റ് ഞാൻ സാരിയാണ് കേട്ടോ ഫിക്സ് ചെയ്തത്. അങ്ങനെ സാരി സെക്ഷനിലെത്തി. ഹാരിക്കുട്ടൻ്റെ ഉച്ചമയക്ക സമയത്താണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ വണ്ടിയിലിരുന്ന് ആശാൻ ഉറക്കം തുടങ്ങിയതാണ്. ഇപ്പോഴും എൻ്റെ തോളത്ത് കിടന്ന് ഉറക്കത്തോടെ ഉറക്കമായിരുന്നു. അവിടുത്തെ സ്റ്റാഫ് ഒരുപാട് ബ്ലാക്ക് കളർ സാരീസൊക്കെ ഞങ്ങൾക്ക് എടുത്ത് കാണിച്ചിട്ടോ. ഒരു ബ്ലാക്കും സിൽവറും കൂടിയ സാരീസ് മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ചേച്ചി എനിക്ക് ഇഷ്ടംപോലെ എടുത്ത് കാണിച്ചു. അതിൽ ഇപ്പോൾ ഈ വെച്ച് നോക്കിയതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ഒന്നും അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നില്ല. ഞങ്ങളുടെ ബഡ്ജറ്റിന് വളരെ മുകളിലായിരുന്നു. ഇഷ്ടപ്പെട്ടതൊക്കെ 10,000 9,000 ഒക്കെ റേറ്റ് ആയിരുന്നു. അതുകൊണ്ട് നൈസായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ബഡ്ജറ്റ് വൈസ് നമ്മുടെ കുക്കിന് ഒതുങ്ങാത്ത ഒരു ഷോപ്പായി പോയി. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ വിട്ടത് ജയലക്ഷ്മിയിലേക്കാണ്. പണ്ട് തുടങ്ങിയ ജയലക്ഷ്മിയാണ്. ആദ്യമേ ചേട്ടൻ പറഞ്ഞതാണ് നമുക്ക് ജയലക്ഷ്മിയിലോട്ട് പോയാൽ പോരെന്ന്. പക്ഷേ ഇങ്ങനെ ഒരു ഷോപ്പ് വരുമ്പോൾ നമ്മളൊന്ന് കയറിയെങ്കിലും നോക്കണ്ടേ. അങ്ങനെ ആ ഒരു ആഗ്രഹം തീർത്ത് നേരെ ഞങ്ങൾ ജയലക്ഷ്മിയിലേക്ക് വിട്ടു. ഇവിടെ നിന്ന് എന്തായാലും സാരി എടുത്തിട്ടേ പോകാവൂന്ന് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഹാരിക്കുട്ടിനെയും കൊണ്ട് അധികം ഷോപ്പും കാര്യങ്ങളൊന്നും കയറി ഇറങ്ങാൻ പറ്റില്ലല്ലോ. അവൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റായിരുന്നു. ഞാൻ കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് ഞാൻ പാർക്കിംഗ് സെക്ഷനിൽ വെച്ച് അതൊക്കെ ഒന്ന് കൊടുത്തട്ടോ. അങ്ങനെ അവനെ ഒന്ന് സെറ്റിലാക്കിയിട്ട് നേരെ ഞങ്ങൾ സാരി സെക്ഷനിലേക്ക് തന്നെ വിട്ടു. ബ്ലാക്ക് സാരി അന്വേഷിച്ച് കുറേ നടന്നു. എന്തോ ബ്ലാക്ക് കളർ ഒഴിച്ച് ബാക്കി ഇഷ്ടംപോലെ കളർ അടിപൊളി ഡിസൈൻസ് ഞാനവിടെ കണ്ടു. അതല്ലേലും അങ്ങനെയാണല്ലോ, നമ്മൾ എടുക്കാൻ പോകുന്ന കളർ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഇഷ്ടപ്പെടും. ലാസ്റ്റ് ഈ ഒരു ബ്ലാക്കിൽ ഞാനങ്ങ് കീഴടങ്ങി കേട്ടോ. ഫോണിൽ അത്ര എടുപ്പുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് അത്യാവശ്യം നല്ല സാരിയാണ് കേട്ടോ. ഇതിലും അടിപൊളി സാരിയൊക്കെ ഞാൻ അവിടെ കണ്ടായിരുന്നു. പക്ഷേ 20,000 10,000 ഒക്കെ ആയിരുന്നു അതിൻ്റെ റേറ്റ്. സംഭവം നമ്മുടെ സബ്യസാച്ചി ഡിസൈൻസിലെ ആ ഒരു മോഡലൊക്കെ ഞാൻ അവിടെ കണ്ടു. പക്ഷേ അത്രേൻ്റെയൊന്നും ആവശ്യമില്ലല്ലോ, നമ്മുടെ ഒരു കുഞ്ഞ് ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ അതിന് ഈ ഒരു സാരിയൊക്കെ ധാരാളം. ജസ്റ്റ് ഒന്ന് ഡ്രൈപ്പ് ചെയ്ത് കാണിച്ചാണ് കേട്ടോ ആ ചേച്ചി. എങ്ങനെയുണ്ട്, ചേരുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. നല്ലൊരു തളർന്ന മെറ്റീരിയലാണ്, നമുക്ക് ഉടുക്കാനൊക്കെ എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും ഫംഗ്ഷൻ തന്ന് കണ്ടറിയാം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ വിട്ടത് ബ്ലൗസിന് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയി. അതും പെട്ടെന്ന് തന്നെ കഴിഞ്ഞട്ടോ. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഹാരിക്കുട്ടന് കോട്ട് സൂട്ട് കൊടുക്കാൻ. എല്ലാം ഒറ്റ കടയിൽ നിന്ന് തന്നെ കിട്ടിയതുകൊണ്ട് അധികം അങ്ങോട്ട് അലയേണ്ടി വന്നില്ല. നമ്മുടെ ഹാരിക്കുട്ടനാണല്ലോ അന്നത്തെ ഫംഗ്ഷൻ്റെ മെയിൻ അട്രാക്ഷൻ. അവൻ്റെ അല്ലേ ബർത്ത്ഡേ, അപ്പോൾ അവനല്ലേ തിളങ്ങി നിൽക്കേണ്ടത്. അങ്ങനെ അവന് കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കി. ഇതാണ് കേട്ടോ അവിടുത്തെ ഏറ്റവും ചെറിയ സൈസ്, 0 സൈസ് കോട്ടാണ്. കുറച്ച് വലുതാണ്. അവൻ്റെ കൈ ഇട്ടിട്ട് കൈയൊന്നും കാണാനുണ്ടായിരുന്നില്ല, അതിൻ്റെ അകത്തോട്ട് പോയി. പിന്നെ എൻ്റെ അമ്മ ഒരു തയ്യക്കാരി ആയതുകൊണ്ട് അത് ശരിയാക്കി തരുമല്ലോ എന്ന കോൺഫിഡൻസിൽ ഞങ്ങൾ ഇതെടുക്കാൻ തന്നെ തീരുമാനിച്ചട്ടോ. അകത്തുള്ള ഷർട്ടും കാര്യങ്ങളൊന്നും ഇട്ട് നോക്കിയില്ല. എല്ലാം കൂടി ഇട്ട് നോക്കാനായിട്ട് അവൻ സമ്മതിക്കുകയില്ല. അങ്ങനെ ജസ്റ്റ് അതിന് പുറത്തുള്ള കോട്ട് മാത്രം ഞങ്ങളൊന്ന് ഇട്ട് നോക്കി. എന്നിട്ട് അവനെ ഒന്ന് താഴെ നിർത്തിയൊക്കെ നോക്കി കേട്ടോ. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സെയിൽസ് ഗേളിനെ നോക്കി ഭയങ്കര ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവൻ എന്ത് കോട്ട് എന്ത് സൂട്ട്, അവൻ അതൊക്കെ ഇട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ പെറുക്കാനായിരുന്നു അവൻ്റെ ഇൻട്രസ്റ്റ്. അങ്ങനെ വളരെ സക്സസ്ഫുള്ളായി ഹാരിക്കുട്ടൻ്റെ ഷോപ്പിങ്ങും എൻ്റെ ഷോപ്പിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബില്ലും കാര്യങ്ങളൊക്കെ കൊടുത്ത് നേരെ ജയലക്ഷ്മിയിൽ നിന്ന് ഇറങ്ങി. ഷോപ്പിംഗ് വ്ളോഗ് ഇവിടെ തീരുന്നില്ല കേട്ടോ. ഇനിയുണ്ട് സാരിക്കത്തെ ആക്സസറീസ്, നമ്മുടെ ഹാരിക്കുട്ടനുള്ള ഷൂസ്, ഇതൊക്കെ ഇനിയും പർച്ചേസ് ചെയ്യാൻ ബാക്കി കിടക്കുകയാണ്. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് അതൊക്കെ ഇടാം കേട്ടോ. ഇനി വേഗം വീട്ടിൽ ചെന്നിട്ട് വേണം ഹാരിക്കുട്ടനുള്ള ഫുഡ് കൊടുക്കാൻ. അപ്പോൾ ബൈ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.